നമസ്കാരം. കേരള രാഷ്ട്രീയത്തിലെ കറുത്ത അധ്യായമാണിത്. ചെങ്കൊടിക്കുള്ളിൽ സഖാക്കളാൽ തന്നെ വേട്ടയാടപ്പെട്ട ഒരു വിഭാഗത്തിന്റെ കഥ. തങ്ങൾ വിശ്വസിച്ച പ്രസ്ഥാനത്തിൽ നിന്ന് അവർക്ക് നേരിടേണ്ടി വന്ന കൊടും ചതിയും അവഗണനയും. അതെ, CPI-യിലെ VS പക്ഷ വേട്ടയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. 90കളുടെ അവസാനം മുതൽ 2000ങ്ങളുടെ ആദ്യ ദശകം വരെ CPIM കേരളത്തിൽ രൂക്ഷമായ വിഭാഗീയതയുടെ പിടിയിലായിരുന്നു. പിണറായി വിജയനും VS അച്യുതാനന്ദനും തമ്മിലുള്ള അധികാര വടംവലിയിൽ VS-നൊപ്പം നിന്നവർക്ക് തങ്ങളുടെ രാഷ്ട്രീയ ഭാവി തന്നെ ഹോമിക്കേണ്ടി വന്നു. പാർട്ടി തത്വങ്ങൾ മറന്ന് വ്യക്തിവിരോധം അതിന്റെ ഏറ്റവും വൃത്തികെട്ട രൂപത്തിൽ നടമാടി. VS പക്ഷം എന്ന ചാപ്പ കുത്തി നിരവധി പ്രാദേശിക നേതാക്കളുടെ രാഷ്ട്രീയ ജീവിതം തകർത്തെറിയപ്പെട്ടു. 2016 മുതലുള്ള സമ്പൂർണ്ണ പിണറായിസത്തിന്റെ കാലത്ത് VS പക്ഷത്തിന് പൂർണ്ണമായ അടിച്ചമർത്തലും അവഗണനയുമാണ് നേരിടേണ്ടി വന്നത്. ഈ വിഭാഗീയതയുടെ ഏറ്റവും വലിയ ഇരകളിൽ ഒരാളാണ് T. ശശിധരൻ. DYFIയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന അദ്ദേഹം സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് നേരെ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തപ്പെട്ടു. ഒരു സിഗരറ്റ് കവറിന് പിന്നിലെ വെട്ടിനിരത്തൽ ലിസ്റ്റ് എന്ന് കേട്ടുകേൾവി പോലും ഇല്ലാത്ത ആരോപണമാണ് അദ്ദേഹത്തിന് നേരെ ഉയർന്നത്. ഏകദേശം 17 വർഷത്തോളം അദ്ദേഹം കീഴ്ഘടകങ്ങളിൽ നിശബ്ദനായി ഒതുങ്ങി. ഇത് വ്യക്തിപരമായ ഭീരുത്വമല്ല, മറിച്ച് പാർട്ടി സംവിധാനത്തോടുള്ള നിസ്സഹായമായ കീഴടങ്ങലാണ്. VS പക്ഷം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പലർക്കും അർഹിച്ച പരിഗണന പോലും ലഭിച്ചില്ല. P. കൃഷ്ണപ്രസാദ് ഇതിനുദാഹരണമാണ്. ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട കർഷക സമരത്തിന് നേതൃത്വം നൽകിയിട്ടും അദ്ദേഹം സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പോലും പരിഗണിക്കപ്പെട്ടില്ല. ഇത് കേവലം യോഗ്യതാ മാനദണ്ഡങ്ങളുടെ പ്രശ്നമല്ല, മറിച്ച് രാഷ്ട്രീയ പകപോക്കലിന്റെ വ്യക്തമായ ഉദാഹരണമാണ്. ഒരു കാലത്ത് VS-ന്റെ വലങ്കയായിരുന്ന MM മണി അടക്കം കാലുമാറുന്നത് കേരളം കണ്ടതാണ്. മൂന്നാർ ദൗത്യത്തിന്റെ പേരിൽ VS-മായി ഉടക്കിയ മണി ആശാൻ പിന്നീട് പക്ഷം മാറി മന്ത്രിയായി. ഇത് അധികാരത്തിന് വേണ്ടിയുള്ള ആശയപരമായ വഞ്ചനയായി വേണം കാണാൻ. എറണാകുളത്തെ VS പക്ഷത്തിന്റെ കുന്തമുനയായിരുന്ന ഗോപി കോട്ടമുറിക്കൽ എന്ന VS-നെ തള്ളി പറഞ്ഞു. പിന്നീട് കേരള ബാങ്കിന്റെ സ്ഥാപക പ്രസിഡന്റ് പദവി ലഭിച്ചത് ഈ നിലപാട് മാറ്റത്തിന് ശേഷമായിരുന്നു. CS സുജാതയെ പോലുള്ളവർക്ക് വർഷങ്ങളോളം അവഗണന നേരിടേണ്ടി വന്നു. കോഴിക്കോട്ടെ തീപ്പരി നേതാവായിരുന്ന A. പ്രദീപ് കുമാർ VS പക്ഷക്കാരനായിരുന്നു. ഹാട്രിക് വിജയം നേടി നിയമസഭയിൽ എത്തിയപ്പോഴും മന്ത്രിസ്ഥാനം നിഷേധിക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ പഴയ നിലപാടുകൾക്ക് കാരണമായിരുന്നു. എന്നാൽ ഇപ്പോൾ അപ്രതീക്ഷിതമായി അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയി. അതുപോലെ VS എതിർത്ത് പുറത്താക്കിയ P. ശശി പാർട്ടിയിലേക്ക് തിരിച്ചെത്തി. പിന്നീട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായി. ഈ തിരിച്ചുവരവുകൾ വിഭാഗീയത ഇല്ലാതെയായി എന്നതിനേക്കാൾ VS പക്ഷം എന്ന ആശയം അതിന്റെ പിന്തുടർച്ചയും പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ടു എന്നതിന്റെ തെളിവാണ്. എതിർപക്ഷത്ത് നിന്നവരെ പോലും തങ്ങളുടെ വരുതിയിലാക്കി തങ്ങളുടെ അധികാരം പൂർണ്ണമായും സ്ഥാപിച്ചെടുത്തു എന്നതാണ് ഇവിടെ കാണേണ്ടത്. ഈ ചരിത്രം വരും തലമുറയ്ക്ക് ഒരു പാഠമായിരിക്കണം. CPM-ലെ ആഭ്യന്തര ജനാധിപത്യത്തെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്ന അധികാരത്തിന് വേണ്ടി ഒരു വിഭാഗത്തെ പൂർണ്ണമായും അടിച്ചമർത്തി ഇല്ലാതാക്കിയതിന്റെ കഥയാണിത്. എന്നിട്ടാണിപ്പോൾ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ പലരും മുറവിളി കൂട്ടുന്നത്. ഇതിന് പിന്നിലെ യുക്തി എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഏതായാലും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ. പുതിയൊരു വാർത്തയുമായി വീണ്ടും എത്തും വരെ നന്ദി.